Hello everyone, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ എങ്ങനെ +2 ടേം 1 MCQ എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ടൈം സ്ട്രാറ്റജി, നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ എന്നുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസ്യൂം ദാറ്റ് നിങ്ങൾക്ക് 1 hour ഉണ്ട്, എക്സാമിന് 1 hour ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ 1 hourനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 10 minutes ഓഫ് ദിസ് എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം? സ്കിമ്മിങ് ദി ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, ലൈക്ക് റീഡ് എവറി ക്വസ്റ്റ്യൻസ്, ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ്, ആൻഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ അറിയാം, നിങ്ങൾ 100% ഷുവർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പക്ഷെ ആൻസർ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻസ് ആദ്യം പോയിട്ട് നമ്മൾ ആൻസർ ചെയ്യാതിരിക്കുക. മേക്ക് ഷുവർ യു റീഡ് ഓൾ ദ ഓപ്ഷൻസ് ദെൻ ആൻസർ ഇറ്റ്. നെക്സ്റ്റ് 20 minutes എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് 10 minutes എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചുകൊണ്ട് നമുക്കറിയാം നമുക്ക് ഏതൊക്കെ പോർഷൻസിലാണ് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. നിങ്ങൾ വായിക്കുമ്പോൾ ഫസ്റ്റ് റീഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് തോന്നുമോ ഇത് ഭയങ്കര ഈസിയാണ്, പക്ഷെ വീണ്ടും റീഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുക, അല്ലെങ്കിൽ ഹാർഡായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് നമുക്ക് കുറച്ച് ആൻസർ അറിയാം, കുറച്ച് ആൻസേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി കോൺഫിഡൻസ് കൂടും. കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫോക്കസ് ഓൺ ഹാർഡ് ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്യാണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ 20 minutes മാക്സിമം കവർ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ആൻഡ് എഗെയിൻ എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് മാത്രം നമ്മൾ ആൻസർ ചെയ്യുക. കാരണം നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻസ് കറക്റ്റായിട്ട് തോന്നും. ബട്ട് മേ ബി നമ്മൾ MCQ ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ട്രിക്കി ആയിരിക്കും. എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് അതിലെ ബെസ്റ്റ് ഓപ്ഷൻസ് മാത്രം, കറക്റ്റ് ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് 20 minutes എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഒന്നും കൂടിയും റീവിസിറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി വായിക്കുമ്പോൾ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഫസ്റ്റ് 10 minutes വായിച്ചപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിയാം. അതേപോലെ നെക്സ്റ്റ് 20 minutes വായിച്ചപ്പോൾ നമ്മൾ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഒന്നും കൂടിയും റീവിസിറ്റ് ചെയ്യാണ്. അഗെയിൻ ഇത് റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം make sure that you are not spending more than 1 minute on a question. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാണ്, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ എഗെയിൻ സ്കിപ്പ് ചെയ്യുക. മാക്സിമം നമ്മളൊരു 1 minute മാത്രമാണ് ഒരു ക്വസ്റ്റ്യന് വേണ്ടി കളയാൻ പാടുള്ളൂ. 1 minute കുറവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ആൻഡ് ഹാർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്തിരി ടൈം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. അല്ല നിങ്ങൾക്ക് ഓർത്തെടുക്കാനാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു ടിപ്പുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് അത് പഠിച്ചതെന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇസ് ഇറ്റ് എ വീഡിയോ ആണോ നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, ആ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? അത് നമ്മളൊരു നോട്ട് വായിക്കുകയാണോ, അല്ലെങ്കിൽ ഏത് ബുക്കാണ് വായിച്ചത്, ഏത് പേജാണ് വായിച്ചത്? നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പോയിന്റ്സ്, കീവേഡ്സ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിൻ്റെ വേർഡ് എന്താണ്? നമ്മൾ എന്തിനെ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്? ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ് കണക്റ്റഡ് ആണോ എന്നൊക്കെ നമ്മൾ ആൻസർ ആലോചിക്കാണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാൻ നോക്കുക. നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു ആൻസർ നമുക്ക് ചിലപ്പോൾ മെമ്മറിയിൽ വന്നു എന്ന് വരും. നെക്സ്റ്റ് 10 minutes ആണ് നമുക്കുള്ളത്. ഈ 10 minutes നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, നമുക്ക് ഒട്ടും ഷുവർ അല്ലാത്ത, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇത്രയും കൂടി ടൈം കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്ത് കെയർഫുള്ളായിട്ട് മാത്രം അതിന് ആൻസർ ചെയ്യാം. നമുക്ക് തീരെ കിട്ടുന്നില്ല, നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 2 options ഒക്കെയാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റോങ് ആൻസേഴ്സ് ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് നമുക്ക് ടൈമിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഒരു പെർഫെക്റ്റ്
ഇതൊരു ടൈം സ്ട്രാറ്റജിയാണ്. ഇത് ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ടൈം സ്ട്രാറ്റജി ഉണ്ടാക്കാം. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് എല്ലാതും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ കറക്റ്റ് ആൻസർ മാത്രം പഠിച്ചു പോകരുത്. അതൊരു മിസ്റ്റേക്കാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് റോങ് ആൻസേഴ്സ് അവിടെ വരുന്നു, എന്തുകൊണ്ട് മറ്റുള്ള ഓപ്ഷൻസ് റോങ് ആണ്, അവിടെ കറക്റ്റ് അല്ല എന്നുള്ളതും കൂടി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റണം. എന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ ട്രിക്ക് മനസ്സിലാവുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഓൾസോ ലുക്ക് ഇൻ ടു ദിസ് റോങ് ഓപ്ഷൻസ് ആൻഡ് find out the reason why they are given in this questions. നിങ്ങളുടെ MCQ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ്സ് ഗൈഡൻസ് വേണമെങ്കിൽ ഇഗ്നൈറ്റിൻ്റെ റിവിഷൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ യു ക്യാൻ ജോയിൻ ദം. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ മേക്ക് ഷുവർ യു ചെക്ക് ഔട്ട് ദാറ്റ്. ആൻഡ് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.